4,65,000 4,000 അടുത്ത് ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, ₹1 കയ്യിൽ കൊണ്ടുവരാണ്ട് 4,65,000 ഫുൾ ലോൺ ഇട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് 280 280 280 2012 വണ്ടി അല്ലേ? അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടുള്ള വണ്ടി. അൾട്ടോ നമുക്കൊരു 4-5 അടിക്കണ്ട്. 2015 മോഡൽ വണ്ടി. 15 അതെ 16 ഇത് നമുക്ക് ഫുൾ ലോൺ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് 230 കൊടുക്കാം. ഓട്ടം എത്രയോ? ഇത് നമുക്ക് ആവശ്യപ്പെടുന്നത് 1.25. 13 വണ്ടി 14 മോഡൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി 1,75,000 കൊണ്ടുപോകാം. എന്താ വില വരുന്നത്? ഇതാണെങ്കിൽ 1.85. ഓക്കെ, 1,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഇയോൺ കൊണ്ടുപോകാം. മനസ്സിൽ 2011-12 രജിസ്റ്ററാണ്. മോഡൽ 12 രജിസ്റ്റർ. എയർ ബാഗ് ഒക്കെ അടിപൊളി. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഇനി ഇതിന് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 17 വണ്ടി. ഇത് 1.60 17 മോഡൽ 18 വണ്ടി 1,60,000 രൂപ. നിസാൻ സണ്ണിയാണ്. ഏതാ മോഡൽ? 2012 മോഡൽ. ഇത് 12 വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. ആ സെയിം സാധനം ഒന്നും ചെയ്യാത്ത ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ഇതാണെങ്കിലോ 2009 മോഡൽ. 9 ആണ്. ഇതും പുതിയ പേപ്പറിൽ 2.40 240. നമ്മുടെ സൺ യൂസ്ഡ് കാർസിലെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കുറേ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. ആ ലോ ബഡ്ജറ്റ് വണ്ടികൾ കംപ്ലീറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് കാണിച്ചു തരാമെന്ന്. ആ എപ്പിസോഡാണ് ഈ എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ മുഴുവനും നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സൺ യൂസ്ഡ് കാർസിൽ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഈ ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ആകുമ്പോഴേ കൂടുതലായിട്ട് ഞാനിപ്പോൾ എന്താ പറയുക വർണ്ണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും വണ്ടീൻ്റെ മോഡൽ, കിലോമീറ്റർ, അതായത് കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ തന്നെ വേരിൻ്റെ എന്തെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വണ്ടികൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക. നിങ്ങളൊരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മാക്സിമം വണ്ടികൾ കാണിച്ചു തരിക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ചെറിയ വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. എപ്പിസോഡിൽ റാഫിക്ക ഫുൾ വീഡിയോ പറഞ്ഞില്ല, ഡീറ്റെയിൽ മാക്സിമം ഉൾപ്പെടുത്തില്ല, നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകാം. ഓക്കെ, എന്തായാലും നല്ല വില കുറച്ച് മഴക്കാലത്ത് മാക്സിമം ലോണോടുകൂടി എടുക്കാൻ പറ്റുന്ന കുറേ വണ്ടികളുണ്ട്. ഓഫർ കൊടുക്കൂലേ? കൊടുക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകിച്ച് കേട്ടോ. ഇവർ വരുമ്പോൾ പറയും റോഡ് മാസ്റ്റർ വീഡിയോ കണ്ടിരുന്നു. കൂടുതൽ ആൾക്കാർക്ക് ഫുൾ ലോൺ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ വണ്ടികൾ കുറേ ഉണ്ട്. i20 തുടങ്ങാം, ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു i20 കാണിച്ചു തരാം. അതെ. അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി മൈലേജ് കിട്ടുന്ന ഡീസൽ i20 ആയിക്കോട്ടെ. ഇത് ഏതൊക്കെ മോഡൽ? 2016 വണ്ടി മാഗ്ന പ്ലസ് ആണ്. 16 മാഗ്ന പ്ലസ് ഡീസലാണ് അല്ലേ? നല്ല മൈലേജ് കിട്ടും. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടാവും. ഇത് ശരിക്കും ഓടിയത് എത്രയാ? ഓടികൾ ഒന്നിന് പുറത്ത് ഓടിക്കണേ. ഫുൾ കമ്പനി സർവീസ്, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ് അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോഴും മൈലേജ് അത്യാവശ്യം കിട്ടും. 20 അടുത്തുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു മാഗ്ന പ്ലസ് i20, അതും വളരെ ലോ ബഡ്ജറ്റിൽ ഫുൾ ലോൺ. ₹1 വേണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഗുണം. എത്ര? 4,65,000 4,000 അടുത്ത് ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, ₹1 കയ്യിൽ കൊണ്ടുവരാണ്ട് 4,65,000 ഫുൾ ലോൺ ഇട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഫുൾ ലോൺ ഇടണമെങ്കിൽ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഫുൾ ലോൺ പറഞ്ഞിട്ട് ഫുൾ ലോൺ കിട്ടില്ല എന്ന് അലമ്പുണ്ടാക്കരുത്. പ്രൊഫൈൽ ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ അത് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു സണ്ണി ആണെങ്കിലോ? സണ്ണി 2012 XP ആണ്. ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ 12 XP 12 ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ. അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. ഇന്റീരിയർ നല്ല ക്ലീൻ ഇന്റീരിയർ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് ഓട്ടം എത്രയാ? ഓട്ടം 1.30. ഡീസൽ അല്ലേ? ഡീസൽ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ മൈക്രോന്റെ ഒക്കെ സെയിം എഞ്ചിൻ വരുന്നതാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് കിട്ടും. 20 പുറത്ത് എന്തായാലും കിട്ടും. വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് കമ്പനി വന്ന സീറ്റൊക്കെ ഉണ്ടോ, ഒന്നും മാറിയിട്ടില്ല. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് 280 2012 വണ്ടി അല്ലേ? അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടുള്ള വണ്ടി. ഇനി ഈ അൾട്ടോ ആണെങ്കിലോ? അൾട്ടോ നമുക്കൊരു 4-5 അടിക്കണ്ട്. 2015 മോഡൽ വണ്ടി. 15. അതെ. സ്പീഡിൽ പറഞ്ഞു. അതിന്റെ ഇന്റീരിയർ നിങ്ങൾ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുള്ളതാണ്. മോഡൽ 4-5 ഉള്ളതുകൊണ്ട് അത് വേഗം നിങ്ങൾ പറഞ്ഞു പോകാം. ഇതേതാ മോഡൽ? 2015 വണ്ടിയാണ്. 15. ഇതിനാണ് 2.15 ഓട്ടം 80,000. 2015 വണ്ടി 2,15,000 രൂപയ്ക്ക് നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോണും കയറും. ഇത് 2016 വണ്ടിയാണ്. 16. ഇത് നമുക്ക് ഫുൾ ലോൺ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് 230 കൊടുക്കാം. ഓട്ടം എത്രയാ? ഓട്ടം ഓടിക്കുന്നത് 90. ഒക്കെ ജെനുവിൻ ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇതാണെങ്കിലോ? ഇത് 19-20 ആണ്. അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. X6 ആണ് വരുന്നത്. ഇതാണ് നമുക്കൊരു 3,25,000 കൊടുക്കും. 3,25. 19-20 വണ്ടി ഓടിയത് എത്രയാ? 45,000. അതായത് അലോവിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. അതെ 3,10,000 അല്ലേ? 3,20,000. 3 ലോൺ കയറുമോ? ₹3 സുഖമായിട്ട് കയറും അല്ലേ? ഇനി ഈ അൾട്ടോ ആണെങ്കിലോ? ഇതാണെങ്കിൽ നമുക്ക് 2017 ആണ് വണ്ടി. 17 ഓടിയതൊക്കെ? ഇത് ഓടിക്കുന്നത് 70,000. 70,000. എന്താ വില വരുന്നത്? ഇതാണ് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. 240 അല്ലേ? 17 വണ്ടി 240 കിട്ടും. ഇതിന്റെയൊക്കെ ഇന്റീരിയർ ഒക്കെ നമുക്ക് എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും സമയം കളയാണ്ട്. ഇയോണ് 2013-14 ആണ്. ഫസ്റ്റ് ഓണർ വണ്ടി. അടിപൊളി. ഓടിയതോ? ഓടിക്കുന്നത് 85,000. പ്ലസ് ആയിരിക്കും അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി.
പെട്രോളാണ്, നല്ല മൈലേജ് കിട്ടും. പിന്നെ 13-14 ഇത് കണ്ടപ്പോൾ ഹെഡ്ലൈറ്റ് മാറിയതായിരിക്കുമോ? എന്നാ വൃത്തിയാണെന്നറിയാം. ഇപ്പോഴും ആ കമ്പനിയിൽ ഇറങ്ങിയ ആ ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഉണ്ട്. എന്താ വില നമുക്ക് ആവശ്യപ്പെടുന്നത് 1.25. 1.25. 13 വണ്ടി 14 മോഡൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി 1,75,000 റുപ്യക്ക് കൊണ്ടുപോകാം. ഇനി ഈ വണ്ടിയാണെങ്കിലോ? ഇത് 2014 വണ്ടി. 14. അതെ. ഇതാണെങ്കിൽ 1.80 കൊടുക്കാം. 1,80,000. 14 ഓടിയതൊക്കെ എത്രയായിരിക്കും? ഇത് ഓടിക്കുന്നത് 90,000 കിലോമീറ്റർ അല്ലേ? 90 ഓടിയ വണ്ടിയാണ്. ഇതും നിങ്ങൾക്ക് AC പവർ സ്റ്റിയറിംഗും കയറാൻ പറ്റിയ വണ്ടിയാണ്. ഒരു ഇയോണും കൂടി കാണിച്ചു തരാം. നല്ല ഗ്രേ കളർ വണ്ടിയാണ്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2015 മാഗ്ന പ്ലസ് ആണ്. 15 മാഗ്ന പ്ലസ്, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിന്റെ ഇന്റീരിയർ കാണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. പോളിഷ് ചെയ്ത് കൊടുക്കാൻ പോളിഷ് ഒക്കെ ചെയ്യാം അല്ലേ? ഓക്കെ. 15 മോഡൽ വണ്ടി ഓടിയത് എത്രയാ? ഇത് ഓടിക്കുന്നത് 60,000. എന്താ വില വരുന്നത്? ഇതാണെങ്കിൽ 2 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു 1.80 ലോണും ചെയ്യാം. 1.80 ചെയ്യാം. 2 ലക്ഷം റുപ്യാണ്, നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. അതുപോലെ തന്നെ ഇനി ഈ ഇയോൺ ആണെങ്കിലോ? ഈ ഇയോൺ 2014 2014 മോഡലിൽ മാഗ്ന പ്ലസ് ആണ്. ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ. മാഗ്ന പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ടൂഡർ പവറിന് എന്തായാലും വരും. ഇത് ഓടിയത് എത്രയാ? ഇത് ഓടിക്കുന്നത് 80,000. എന്താ വില വരുന്നത്? ഇതാണെങ്കിൽ 1.85. ഓക്കെ. 1,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഇയോൺ കൊണ്ടുപോകാം. ഒരു ഇയോണും കൂടി ഉണ്ട്, ഇതും കൂടി കാണിച്ചു കൊടുക്കാം. ഇതേതാ മോഡൽ? ഇത് 2013 മോഡൽ. 13 ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ്. ഡിലൈറ്റ് പ്ലസ് അല്ലേ? ബേസ് ആണ്. ഓക്കെ. എന്നാലും ഇതിനകത്ത് പവർ വിൻഡോസ് ഇല്ലല്ലോ? AC പവർ സ്റ്റിയറിംഗ് മാത്രം. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. ഓടിയത് എത്രയാ? ഇത് ഓടിക്കുന്നതും 80 കിലോമീറ്റർ. 80,000 അല്ലേ? ആ റേഞ്ചിലാണ് എല്ലാം ഓടിയുള്ളത്. നിങ്ങൾ ചെക്ക് ചെയ്യണ്ടോ, നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇതാണെങ്കിൽ 1.45 കൊടുക്കാം. 1.45. 1,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇയോണും കൊണ്ടുപോകാം. ഇനി മൻസ 2011-12 രജിസ്റ്റർ ആണ്. മോഡൽ 12 രജിസ്റ്റർ. എയർ ബാഗ് ഒക്കെ അടിപൊളി. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം വൃത്തിയുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ടോപ്പ് കണ്ടീഷൻ എന്ന് പറയില്ല ഒരിക്കലും. എഞ്ചിൻ പരിപാടി എങ്ങനെയാണ്? പക്കയാണ്. നമ്മുടെ കോട്ടറ ജെറ്റ് സെയിം എഞ്ചിനാണ് കേട്ടോ. സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം എഞ്ചിനാണ്. വേറെ ഭാഗത്തുകളൊന്നും ഇല്ലല്ലോ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഓടിയതോ? പുറത്ത് ഓടിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ജെന്യൂൻ പറയില്ല കേട്ടോ. കറിൻ്റെ ഒന്നും ഹിസ്റ്ററി ഒന്നും കിട്ടൂല. വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഒരു ഉറപ്പും പറയാൻ പറ്റില്ല എത്ര ഓടിയുണ്ടെന്നൊക്കെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇതാണെങ്കിൽ 1.35 കൊടുക്കാം. 1.35 നെഗോഷ്യബിൾ കൊടുത്തു നമുക്ക്. ഓക്കെ. 1,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. അത് മനസ്സിലാണ്, തൂക്കി വിറ്റാൽ തന്നെ നല്ല പൈസ കിട്ടും. ഈ നാനാണെങ്കിലോ? 2017-18 ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഡിക്കി തുറക്കാൻ പറ്റുന്ന കേട്ടോ. 4 ടയർ ഏകദേശം 90% ഉണ്ട്. മെയിൻ ഗ്ലാസിന് ഒരു പൊട്ടലുണ്ട്. ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഒറിജിനൽ ഗ്ലാസ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് മാറ്റി തരും. ഇത് AC പവർ സ്റ്റിയറിംഗ് വരുമോ? അതെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിൽ ഓപ്ഷൻ ഇല്ലാതെ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 17 വണ്ടി. 1.60. 17 മോഡൽ 18 വണ്ടി 1,60,000 രൂപ. അതിനേക്കാൾ കുറഞ്ഞ നാനോ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2012 മോഡലാണ്. 12 ആണ്. 2012 ഇതാണെങ്കിൽ 60 രൂപ കൊടുക്കാം. 60,000 രൂപയ്ക്ക് കൊടുക്കാം. 2012 വണ്ടിയാണ്. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി, വലിയ കുഴപ്പമൊന്നുമില്ല, മോശമല്ലാത്ത കണ്ടീഷൻ. എഞ്ചിനൊക്കെ പക്കയല്ലേ? 2 സിലിണ്ടർ വണ്ടി ഉള്ളതുകൊണ്ട് എഞ്ചിൻ പണിയൊക്കെ കുറവായിരിക്കും വിചാരിക്കാം അല്ലേ? 11 ആണെങ്കിൽ 55,000 രൂപ. 55,000. ഓക്കെ. വെറും 55,000 രൂപയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇയോൺ നാനോ എടുത്തുകൊണ്ട് പോവാം. ഇത് മോഡൽ ഏതൊക്കെ? 11. 2011 വണ്ടിയാണ് കേട്ടോ. ഇതും അത്യാവശ്യം എന്താ പറയുക, ഒരു ആവറേജ് കണ്ടീഷനെ പറയാനുള്ളൂ. ടോപ്പ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇന്റീരിയർ മോശമൊന്നുമില്ല, വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. അതേപോലെ തന്നെ ഒരു നീലയും കൂടി കാണിച്ചു കൊടുത്താലോ? 15-16 ആണ്. 15-16. ഇതൊക്കെ ഓടിയത് എത്രയായിരിക്കും? ഇതൊക്കെ 70,000 കിലോമീറ്റർ. 70,000. 70,000ന്റെ ഹിസ്റ്ററി ഒന്നും നമ്മൾ പറയണ്ടല്ലോ. ഏകദേശം ജെനുവിനായിരിക്കും മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും 70,000 വില 95,000. അതായത് 60, 55, 95, 1.60 അങ്ങനെയൊക്കെയാണ് ഇയോണിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. സെഡാൻ കാറ്റഗറിയിൽ നല്ല മൈലേജ് ഉള്ള നല്ല അടിപൊളി ഒരു വലിയ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ഒരു സണ്ണിക്കുട്ടൻ. നിസാൻ സണ്ണിയാണ്. ഏതാ മോഡൽ? 2012 മോഡൽ. ഇത് 12 വണ്ടിയല്ലേ? അത്യാവശ്യം നല്ല നീറ്റാണല്ലോ. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ മോശമില്ല, എല്ലാവിധ ഫീച്ചേഴ്സും വരും. കീലസ് എൻട്രി, ബട്ടൺസ് ആയിട്ട് വരും. XV ആണല്ലേ? 12 ഓടിയത് എത്രയ്ക്കാ? ഇത് ഓടിക്കണോ 1.30. 1.30 ഓടി. 1.30 ജെനുവിനായിരിക്കുമോ? ആയിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ? ബാക്കി ചെക്ക് ചെയ്തോളാം. പിന്നെ വേറെ അപാകതകൾ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ് ഞാൻ പറഞ്ഞു. മൊത്തത്തിൽ ഓവറോൾ വണ്ടി നല്ല വൃത്തിയുണ്ട്. KL 11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? 290. 12 മോഡൽ ഇത്രയും വലിയ വണ്ടി, 20-ന് പുറത്ത് മൈലേജ് കിട്ടുന്ന ക്ലീൻ വണ്ടി 2,90,000 രൂപയ്ക്ക് സൺ ന്യൂസ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്. മിസ് ചെയ്യേണ്ട, കോൺടാക്ട് ചെയ്തോളൂ. നമ്പറൊക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഇതാണെങ്കിലോ? 2014-15 ആണ്. 14-15 ആണ്. പക്ഷേ XL ആണെന്ന് തോന്നുന്നു അല്ലേ? XL ആണ്. റിയ ഇതാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഷേപ്പിൽ വരുന്നത് എവിടെ കണ്ടാലും റിയ ആണല്ലോ. കൂടുതൽ റീ വണ്ടിയാണ്. ഈ ഒരു ഷേപ്പിൽ എല്ലാം റീ വണ്ടി ആട്ടോ വരുന്നത്. ഇത് 14-15 ഓടിയത് എത്രയാ? ഇത് ഓടിക്കുന്നത് 1 സംതിങ് ഓടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. മെയിൻ ക്ലാസ് എങ്കിലും മാറേണ്ടതാണ് സാധാരണ റീ വണ്ടി വരുമ്പോൾ. 14-15 ഒന്നുമില്ല അല്ലേ? വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ.
ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. ഇത് റീ ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ കാര്യമായ അപാകതകളൊന്നും ഇല്ലല്ലോ, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ? ഓക്കെ, അത്യാവശ്യം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു ന്യൂ ഷേപ്പിലുള്ള വണ്ടി. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 3 ഉറുപ്പിക കൊടുക്കാം. 3 ലക്ഷം രൂപ. 3 ഉറുപ്പിക ലോൺ തന്നെ ചെയ്യും. അടിപൊളി. അതായത് 14-15 വണ്ടി 3 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ 1 രൂപ മുടക്കാണ്ട് ഡീസൽ വണ്ടി കൊണ്ടുപോകാം. നല്ല വൃത്തിയുള്ള വണ്ടി. ഇതുപോലെയുള്ള സണ്ണി അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള ഡീസൽ വണ്ടികളൊക്കെ കിട്ടുമ്പോൾ മിസ് ചെയ്യരുത്. ഇവിടെ വേറെ വണ്ടികളുണ്ട്, കാണിച്ചു തരാം. അത്യാവശ്യം കുറച്ച് പൈസ മുടക്കിയിട്ടുള്ള ഒരു ഇൻവേർട്ടർ അല്ലേ? മഹീന്ദ്രന്റെ ഒരു ഓഫ് റോഡിനൊക്കെ പറ്റുന്ന സാധനമാണ്. ടയറൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, വൈഡ് ടയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്, കുറച്ച് പണി എടുത്തിട്ടുണ്ട് അല്ലേ? അതെ. 4 വീലർ 2 വീലർ ഡ്രൈവ്. ഓക്കെ, മോഡൽ ഏതാ? 2004 മോഡൽ. പുതിയ പേപ്പറിലാണ്. 3,10,000. 4 മോഡൽ 3.10 വിലയുണ്ട്. അതുകൊണ്ട് റേറ്റ് ഫുള്ള് ചെയ്താണ് 2 ലക്ഷം രൂപ മേലെ ചെലവാക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും നിങ്ങൾ? ഓക്കെ, അത് ഇതിപ്പോൾ മോഡിഫൈ ചെയ്ത വണ്ടി 3.10 അല്ലേ? പേപ്പറിൽ, പുതിയ പേപ്പറിൽ. ആ സെയിം സാധനം ഒന്നും ചെയ്യാത്ത ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ഇതാണെങ്കിലോ 2009 മോഡൽ. 9 ആണ്. ഇതും പുതിയ പേപ്പറിൽ 240 240. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ്, റേറ്റ് ഡിഫറൻസ് നിങ്ങൾ കണ്ടല്ലോ. 2004 വണ്ടിക്ക് 3.10 വരുന്നത് ആ ഫിറ്റിങ്സ് വരുന്നതുകൊണ്ടാണ്. ഇത് 2009 വണ്ടിക്ക് ആകെപ്പാടെ 3.40 ഉള്ളൂ അല്ലേ? 2.40 അല്ലേ? അടിപൊളി. അതെന്തായാലും മിസ് ചെയ്യണ്ട. ഇതിലും നമുക്ക് ലോൺ കയറില്ലല്ലോ. ലോൺ കിട്ടായില്ല, നോക്കണം, പാടായിരിക്കും അല്ലേ? പിന്നെ പഴയ വണ്ടികളുമാണ്. പിന്നെ എന്തായാലും 2.40 ഇൻവേർട്ടർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. മഹീന്ദ്രന്റെ വണ്ടിയാണ്. നമ്മുടെ എന്താ പറയുക, അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികളിലൊന്നാണ്. ഇനി സൈലോ ആണെങ്കിലോ? സൈലോ കോണ്ട വണ്ടി 2013. സോറി, ഇത് കോണ്ടോ ആണല്ലേ? സൈലോന്റെ ബാക്കിന്റെ അറ്റം ഒന്ന് ചെത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് തന്നെ കേട്ടോ, കുറച്ച് വലിപ്പം കുറഞ്ഞേ ഉള്ളൂ. കോണ്ടോ ഡീസൽ അലവിൽ ചെയ്തിട്ടുണ്ട്. 2013. ഓട്ടോ എത്രയാ? ഇത് ഓട്ടോ ഓടി ഒന്നിന്റെ പുറത്ത് ഓടിയിട്ടുണ്ട്. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് കാരണം മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് 2,20,000 2,20,000 കൊടുക്കാം. ഓക്കെ, അതായത് 2,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മഹീന്ദ്ര കോണ്ടോ എടുക്കാം. നമ്മുടെ സൈലോന്റെ സെയിം സാധനം. ഇനിയിപ്പോൾ കോണ്ടോ കാണിച്ചൊരു സൈലോ കാണിച്ചില്ലാന്ന് പറയണ്ട, അവിടെ ഒരു സൈലോ കിടപ്പുണ്ട്. ഇതാണെങ്കിലോ? ഇത് 2009. പുതിയ പേപ്പർ എടുത്തിട്ടാണ് 160. 1,60,000 ഈ സാധനം ഇപ്പോൾ കിട്ടൂല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. പക്ഷേ ചെറിയ വൃത്തി കുറവുണ്ട്. മെക്കാനിക് ഫുള്ളാണ്. ഫസ്റ്റ് ഓണർ വണ്ടി. ഹെഡ്ലൈറ്റും മാറി ഒന്ന് റീപെയിന്റ് ഒക്കെ ചെയ്തിട്ട് അലവിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ല കിടുവായി അല്ലേ? ഒരു 10,000 മുടക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. എഞ്ചിൻ എന്താ സ്ഥിതി? കിലോമീറ്റർ ഒന്നും പറയുന്നില്ല, കാരണം ഫസ്റ്റ് ഓണർ വണ്ടി ഒന്നിനെ പുറത്ത് ഓടിക്കുന്നത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കാരണം കിലോമീറ്റർ ഒന്നും പറയുന്നില്ല, ഒരു അർത്ഥമില്ല, വെറുതെ പറയാനേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ലോ ബഡ്ജറ്റിൽ എടുക്കുക. 1,60,000 രൂപയ്ക്ക് ഈ വലിയ വണ്ടി കൊണ്ടുപോകാം. ഇനി സ്കോർപ്പിയോ ആണെങ്കിലോ? ഇത് 2003 പുതിയ പേപ്പർ എടുത്താണ്. 28 വരെ പേപ്പർ ഉണ്ട്. ഇത് 1,55. 1,55,000 രൂപയ്ക്ക് 2003 വണ്ടി അല്ലേ? അത് ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് അല്ല, പുതിയ ടൈപ്പ് കംപ്ലീറ്റ് ആക്കിയിരുന്നു. അതെ. പിന്നെ അലോവിയിലൊക്കെ ചെയ്തിട്ടുണ്ടോ? ആവറേജ് കണ്ടീഷൻ ആട്ടോ, വലിയ ക്വാളിറ്റി ഒന്നും ഒരിക്കലും പറയില്ല. സീറ്റ് കവറൊക്കെ വൃത്തിയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എഞ്ചിനൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഒന്നിൻ്റെയൊക്കെ പുറത്ത് ഓടിയ പഴയ വണ്ടികളാകുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യുക. വേറെ അപാകതകളൊന്നും ഇല്ല, പ്രത്യക്ഷത്തിൽ ക്ലീൻ ആണല്ലേ? ഓക്കെ, ഇത് 1,55,000 ലോൺ കിട്ടൂല, ചോദിക്കണ്ട. ഇനി ഈക്കോ ആണെങ്കിലോ? ഈക്കോ 2011 വണ്ടിയാണ്. 11 പക്ഷെ നല്ല വൃത്തിയുണ്ട് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഈക്കോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 11 മോഡൽ. AC ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. AC ഉണ്ടോ? AC ഇല്ല. ഓക്കെ, 7 സീറ്റാ? 7 സീറ്റ്. ഓക്കെ, 7 സീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് 2011 വണ്ടി എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് 1,55 കൊടുക്കാം. 1,55,000 രൂപയ്ക്ക് 11 വണ്ടി. പക്ഷേ 11 കണ്ടാൽ പറയില്ല, നല്ല വൃത്തിയുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അധികം അങ്ങനെ കാണാത്തൊരു ഒരു ഗംഭീര സാധനം, ടാറ്റ ആര്യ. ശരിക്കും അങ്ങനെ എവിടെ ഇല്ല അല്ലേ സാധനം? ഇത് ഏതാ മോഡല്? ഇത് ആര്യാണെങ്കിൽ 2014-15 14-15 ആര്യ. ഇത് 2.5 രൂപ വരും. 2,50,000 രൂപ. ഇതിന് 2012 ഉണ്ട്. അതാണെങ്കിൽ 2 രൂപ കൊടുക്കും. 2 രൂപ കൊടുക്കാം അല്ലേ? ഇത് 2.5 അല്ലേ പറഞ്ഞത്? 14-15 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടാറ്റേന്റെ അന്ന് വന്നതിലെ പവർഫുൾ വണ്ടി അല്ലേ? എനിക്കൊന്ന് ഇപ്പോഴത്തെ നെക്സന്റെ ഒക്കെ ഒരു ഫസ്റ്റ് ജനറേഷൻ. ഇത് വന്നു ടാറ്റ ആര്യസ് എന്ന് പറഞ്ഞിട്ട്. അതെ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. 2.5 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. 14-15 വണ്ടി ലോൺ കയറേണ്ടതാണല്ലോ? ലോൺ കിട്ടൂല. ടാറ്റന്റെ വണ്ടികൾ, പഴയ വണ്ടികൾ ഒന്നിനും കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്ത വണ്ടിയാണ്. ഇനി ഇതാണെങ്കിലോ? ടവേര 2005 ആണ്. 2005 ചില്ലറ വൃത്തി കുറവുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് 1,25,000 രൂപ കൊടുക്കാം. 1,25,000 രൂപ കൊടുക്കാം. ഇത് തൂക്കി വെച്ച 10,000 രൂപ എന്തായാലും കിട്ടൂലേ? എടുത്തിട്ട് കുറച്ച് കാലം ഉപയോഗിച്ചാലും അത് മുതലാക്കിയിട്ട് അങ്ങ് വിറ്റാലും നഷ്ടമില്ല. മെക്കാനിക്കൊക്കെ ഫുള്ളാണ് വണ്ടി. അതെ അല്ലേ? വൃത്തി കുറവുണ്ട്, അങ്ങനെ കൊടുക്കാം. അതായത് ചില്ലറ പൈസക്ക് ഇതിന്റെ ഹെഡ്ലൈറ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ തന്നെ മാറ്റിയാൽ തന്നെ വണ്ടി നല്ല വൃത്തിയായിട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. 1,25,000. വളരെ ലോ ബഡ്ജറ്റിൽ 7 സീറ്റർ വണ്ടി വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്തായാലും. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോളൂ. നല്ല
എന്താ പറയുക കണ്ടീഷനായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തെടുക്കാം അല്ലേ. ഓക്കെ. ഇനി ഒരു സ്കോർപ്പിയോയും കൂടി കാണിച്ചു തരാം. ഇത് 2007 വോയിസ് മെയിലൊക്കെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അലോയ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത്. അലോയ് അല്ല, ഡ്രമ്മാണ്. പക്ഷെ അത് ഓഫ് റോഡിങ് ടയർ ചെയ്താണ്. അതെ. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതെ. അതായത് ഫ്രണ്ടും ബാക്കും ടയറും ഏകദേശം ഒരു 80% ഉണ്ട്. പക്കയാണോ വണ്ടി? കണ്ടീഷനൊക്കെ 100ൽ 100. ഓക്കെ. ഇതിന്റെ പുതിയ പേപ്പറൊക്കെ മോഡൽ ഏതാ പറഞ്ഞത്? 2007 അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ 28-29 രൂപ പേപ്പർ ഉണ്ടാവില്ലേ. അടിപൊളി. എത്രയ്ക്ക് കൊടുക്കാം? ഇത് 210 കൊടുക്കാം. 210 കൊടുക്കാം. അതായത് 2007 വണ്ടി 2,10,000 രൂപയ്ക്ക് നെഗോഷ്യബിൾ ആണ്. വന്ന് സംസാരിച്ചോളൂ, മാക്സിമം കുറച്ച് തരും. എർട്ടിക ആണെങ്കിലോ? എർട്ടിക ആണെങ്കിൽ 2012 മോഡലാണ്. 12 ആണ്. ഈ 12 മോഡൽ വണ്ടി ഓടിയതൊക്കെ എത്ര? ഡീസൽ അല്ലേ? ഡീസൽ 140 ഓടിക്കണ്. നമുക്ക് 385 കൊടുക്കാം. 385. 2012 വണ്ടി 140 ഓടിയത് 3,85,000 രൂപ. ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഉള്ള വണ്ടി അല്ലേ? മൈലേജ് ഉള്ള ലോ കിലോമീറ്റർ അല്ല, ലോ ബഡ്ജറ്റിൽ 7 സീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ ഞാൻ പറയില്ല ഒരിക്കലും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കിലോമീറ്ററിൻ്റെ ഒന്നും നമ്മൾ ജെനുവിനിറ്റി പറയില്ല, കാരണം പഴയ വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് പക്കയല്ല വണ്ടി. ഓക്കെ. ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ വാഗണർ ആണെങ്കിലോ? വാഗണർ 2016 ഓട്ടോമാറ്റിക് ആണ്. 16 ഓട്ടോമാറ്റിക്. ഇതിൽ ഒരു സെപ്പറേറ്റ് സ്റ്റീൽ വീൽ ചെയ്തിട്ടുണ്ട്, ലേശം വൈഡർ ആയിട്ടുള്ള സ്റ്റീൽ വീൽ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എത്ര ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ. 60 ജെനുവിൻ ആയിരിക്കും അല്ലേ? ഹിസ്റ്ററി കിട്ടും. കാരണം എന്തൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി അങ്ങനെ ചടഞ്ഞോളാനുള്ള സാധ്യത ഇല്ല. VXI ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും. ഓടിയ കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 60,000. ഹിസ്റ്ററി നോക്കിക്കോളൂ കേട്ടോ. 16 വണ്ടിയാണ്. എത്രയ്ക്ക് കൊടുക്കാം? 340 കൊടുക്കാം. 340 ഓട്ടോമാറ്റിക് കൊണ്ട് കൊടുക്കാം. അത് കൊള്ളാട്ടോ. എന്തായാലും 3,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. നല്ല വൃത്തിയുള്ള വണ്ടി. ഇനി ഇതാണെങ്കിലോ? ബീറ്റ് 2011 വണ്ടിയാണ്. 11 ഡീസലാ? അതെ, ഡീസലാ. LT ആ? LTന്റെ നേരത്തെ LS ആണ് കേട്ടോ. അതായത് 2 ഡോർ വിൻഡോയേ വരുള്ളൂ. ബാക്കി സെൻട്രൽ ലോക്ക് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഡീസൽ അല്ലേ? നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ്. നിങ്ങൾ ഇതിൻ്റെ ടർബോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഈ പഴയ വണ്ടികളാവുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. പഴയ വണ്ടികൾ എപ്പോഴും നല്ലോണം ചെക്ക് ചെയ്യുക. മാത്രമല്ല ഈ സാധനത്തിന് ഏറ്റവും കൂടുതൽ വരുന്ന കംപ്ലൈൻറ്റ് ഇഞ്ചക്ടറും ടർബോ ആണ്. നല്ല വൃത്തിയുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കൂലേ? ചെക്ക് ചെയ്തല്ലേ? നമ്മളെ കാഴ്ചപ്പാടിൽ വൃത്തിയുണ്ട്. അതായത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇവിടെ കിടക്കുന്ന വണ്ടി മോശം അല്ല കേട്ടോ പറയുന്നത്. ഇവിടെ വരിക, ചെക്ക് ചെയ്യുക. കമ്പാരിറ്റീവ്ലി നോർമലി ഒരു വണ്ടിക്ക് എല്ലാത്തിലും അങ്ങനെ വരുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. വില എത്ര പറഞ്ഞത്? ഇതാണെങ്കിൽ നമുക്ക് 110 അല്ലേ? കുറേ ഉണ്ടാവില്ലേ? ലോൺ കയറില്ലല്ലോ? ലോൺ കിട്ടില്ല. ലോണും കൊണ്ട് ചോദിച്ചു പോയാൽ അടി ഉറപ്പാണ്. ലോണുകാർ ഓടിച്ചിട്ടിരിക്കും. ഇനി ഇതാണെങ്കിലോ? ഇത് 2008 മോഡലാണ്. 8 LDI ആണല്ലേ? LDI. ഈ സംഭവം ഒരു അലോയില് പവറിന്റെ ഒക്കെ കയറ്റിയിട്ടുണ്ട് അല്ലേ? അതായത് ഫ്രീക്കന്റെ വണ്ടിയാണ് എന്തായാലും. ഡീസലാണ് അല്ലേ? VDI അല്ല, സോറി LDI. ഇത് ഓടിയതൊക്കെ പറയണോ? ഓടിക്കണം. ഒന്നിന് പുറത്ത് ഓടിയിട്ടുണ്ടാവും. അതായത് ഈ പഴയ വണ്ടികളൊന്നും കിലോമീറ്റർ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വണ്ടിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളുക. വീണ്ടും പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല ഇവർക്ക്. പിന്നെ ബോഡി വൈസ് പുറമേ നിന്ന് കാണുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വില എത്രയാ? 180 കൊടുക്കാം. 180. മോഡൽ ഏതായിരുന്നു? 2008 മോഡൽ അല്ലേ? 1,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള അലോയിലൊക്കെ ചെയ്ത വൃത്തിയുള്ള വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും സൺ ന്യൂസ് കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി കാണിച്ചാലോ? അതെ, അവസാനത്തെ വണ്ടി i20 ആകട്ടെ അല്ലേ? ഇത് 2010 മോഡലാണ്. ഡീസലാ? പെട്രോൾ. 2010 മോഡൽ പെട്രോൾ ആണ്. ഫസ്റ്റ് ഷേപ്പിൽ വന്ന വണ്ടിയാണ് കേട്ടോ. 10 മോഡൽ പെട്രോൾ എത്ര ഓടിയുണ്ട്? ഇത് ഓടിക്കണം 110 ഓടിയുണ്ട്. കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. വണ്ടീൻ്റെ ക്വാളിറ്റി. പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കാര്യമായ കംപ്ലയിൻറ്റ് വരില്ല. മൈലേജ് ലേശം കുറവായിരിക്കുന്നതുകൊണ്ട് നോർമലി ഓട്ടം കുറയുന്നതാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറും മോശമൊന്നുമില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീലുണ്ട്. ആസ്റ്റ് ആണോ അന്നത്തെ? സ്പോർട്സ് ആണല്ലേ? ഓക്കെ. സ്പോർട്സിൽ അലോയ് വീലൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് എത്രയ്ക്ക് കൊടുക്കുക? 110 അല്ല, സോറി 1.5. 1,50,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇതിൽ ലോണൊന്നും കയറില്ലല്ലോ? ലോൺ കിട്ടായില്ല, കിട്ടും, മാക്സിമം കിട്ടും അല്ലേ? ഓക്കെ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സൺ ന്യൂസ് കാർസിൽ ഇത്രയും സമയം കാണിച്ച ഇത്രയും വണ്ടികൾ, ഇതേ കുറേ വണ്ടികൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറേ നേരം കൊണ്ട് കാണിച്ചു തന്നു. ട്രാഫിക്കാൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. മേൽഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ട്രാഫിക്കാൻ്റെയും വേറെ 1-2 ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും വിളിക്കുക. ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ പുറമെ ഏത് വണ്ടീൻ്റെ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും സംസാരിച്ചാൽ മതി. മഴക്കാലത്തൊക്കെ എന്തായാലും ഫാമിലി ആയിട്ട് മഴ നനയാണ്ടൊക്കെ പോകാൻ ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഷെയർ ചെയ്യണം, മറക്കാണ്ട് ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഒരുവിധം വണ്ടികളെല്ലാം ഞാൻ കാണിച്ചു തന്നു. പറഞ്ഞു ഞാൻ മടുത്തു. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും